ഓം ജയ് സായിറാം. നമഃശിവായ. 28-ാം അധ്യായമാണ് അപമൃത്യു നിവാരണം. അതിൽ തന്നെയുണ്ട് അപമൃത്യു, ശരിയല്ലാത്ത രൂപത്തിലുള്ള മരണം, അതിൻ്റെ നിവാരണം, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ആനന്ദ സ്വരൂപമേ, കലിയുഗ ദോഷങ്ങളെ സംഹരിക്കുന്ന മഹാപ്രഭു, കരുണാവാരുതേ വന്ദനം. ഭഗവാനോടുള്ള വന്ദനം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടുത്തെ മഹിമ വർണ്ണിക്കാൻ ആർക്കാവും? 1000 നാവുള്ള അനന്തന് പോലും സായി ലീലകൾ പറഞ്ഞു തീർക്കുക അസാധ്യം. ആ ദിവ്യകോമള രൂപം മനസ്സിലുറപ്പിച്ച് ആ തൃച്ചേവടികളിൽ അഭയം പ്രാപിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. കറുത്തവാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ചന്ദ്രനെ കാണുന്നതിനായി ജനം ആകാശച്ചെരുവിലേക്ക് കണ്ണു വായിക്കുകയായി. അതുപോലെ ഭക്തരും സായി ദർശനത്തിനുള്ള കൊതിയിലാണ്. എങ്ങനെയാണ് ആ രൂപം ചിത്തത്തിൽ ഉറപ്പിക്കാനാവുക? ആകാശത്തിലെ ചെറിയ അമ്പിളിക്കേറ് എങ്ങനെയാണ് നാം ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? സമീപം മരമുണ്ടെങ്കിൽ മരത്തിൻ്റെ കമ്പ് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ശാഖകൾക്കിടയിലൂടെ ചന്ദ്രനെ നോക്കാൻ ഉപദേശിക്കുന്നു. അയാൾ ശ്രദ്ധയോടെ അതനുസരിച്ചാൽ തീർച്ചയായും ചന്ദ്രകല ദൃഷ്ടിയിൽപ്പെടും. ഈ വിധം തന്നെയാണ് സായീശ്വരനെ കാണാനും ധ്യാനിക്കാം. അവിടുന്ന് ഇരിക്കുന്നത് ശ്രദ്ധിക്കൂ. എന്തൊരഴകാണ്! വലത് തൃക്കാൽ മടക്കി ഇടം തൃക്കാലിൻ്റെ മുട്ടിൽ കയറ്റി വച്ചിരിക്കുന്നു. ഇടതു തൃക്കരം നീട്ടി വിരലുകൾ നിവർത്തി വലത് തൃപ്പാദത്തിൽ വച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലത് തൃപ്പാദത്തിലെ പെരുവിരൽ ആ തൃക്കൈയിലെ ചൂണ്ടുവിരലിനും പെരുവിരലിനും മധ്യേ വിരലുകൾക്കിടയിൽ തെളിഞ്ഞു കാണുന്ന പെരുവിരൽ നന്നായി മനക്കണ്ണാൽ കാണുന്നു. നമ്മളിപ്പോൾ സാധാരണ ഭഗവാൻ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ഭഗവാന്റെ ഇരിപ്പിൻ്റെ പ്രത്യേകത. ഇടത്തെ കാലിൻ്റെ മുകളിൽ വലത്തെ കാല് കയറ്റി വെച്ച് ഇടത്തെ കൈ ആ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ആ കാണുന്ന പെരുവിരൽ, അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇതിൽ പറയണം. നമ്മുടെ മനം എത്രമാത്രം ഭക്തിയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ധ്യാനിക്കുന്നുവോ ഭക്തന് അത്രയേറെ മനം ശാന്തമാകും, തെളിമയേറിയതുമാകും. ദാസ് ഗുരുവിൻ്റെ കഥയാണ് പറയണത്. ഗംഗാസ്നാനത്തിനായി പ്രയാഗിലേക്ക് പുറപ്പെടാൻ ആഗ്രഹിച്ച ഭക്തൻ ഗംഗയെയും യമുനയെയും പ്രയാഗമെല്ലാം ഈ തൃപ്പാദത്തിലാണ് എന്നരുളി തൃപ്പാദത്തിലെ വിരലുകൾക്കിടയിലൂടെ പുണ്യനദി പ്രവഹിപ്പിച്ച് അവിടുന്ന് ഭക്തന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആ തൃപ്പാദ മഹിമ ആർക്ക് വർണ്ണിക്കാനാകും? അതായത് ഒരു ഭക്തൻ, ദാസ് ഗുരു എന്ന് പറയുന്ന ഭക്തൻ ഗംഗാസ്നാനത്തിനായിട്ട് പോവാണ് പ്രയാഗിലേക്ക്. ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ടാണ് അവിടുന്ന് ഭഗവാനെ പ്രണവിച്ചതിന് ശേഷം പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഗംഗ യമുനയൊക്കെ ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാലിൻ്റെ ഇടയിൽ നിന്നും ആ ഗംഗാജലം, ഗംഗാ യമുനയുടെ ജലം പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് ആ ദാസ് ഗുരുവിന് ആ പുണ്യനദി സ്നാനം ഗംഗയിലേക്കൊന്നും പോവാതെ തന്നെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തത്. സായീശ്വരൻ തന്നെ അരുളിയിരിക്കുന്നു, അഹങ്കാരം ഉപേക്ഷിക്കൂ, എൻ്റെ തൃപ്പാദത്തിലെ പെരുവിരൽ ധ്യാനിക്കൂ, ആ സ്മരണയോടെ സമസ്ത ജീവജാലങ്ങളെയും നമിക്കൂ. ഇതാണ് ഭക്തിയിലേക്കുള്ള സുഗമമായ മാർഗം. ഭഗവാൻ എപ്പോഴും പറയുന്നതാണ്, അഹങ്കാരം ഉപേക്ഷിക്കൂ, അഹങ്കാരം ഉപേക്ഷിക്കുന്നു. എന്നിട്ടോ ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കുക. ഇതാണ് ഭക്തിയിലേക്കുള്ള സുഗമമായ മാർഗം എന്ന് പറയാൻ. മനസ്സിനും ബുദ്ധിക്കും അതീതമായിരുന്നു ബാബയുടെ രീതി. അവിടുത്തെ പെരുമാറ്റവും പ്രവൃത്തികളും അപ്രതീക്ഷിതവും അവിചാരിതവുമായിരുന്നു. ഭഗവാന്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ്. പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ അപ്രതീക്ഷിതമായിട്ടാവും ഭഗവാൻ ഓരോ കാര്യങ്ങൾ പറയാം. വിചാരിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. അതാണ് പറയുന്നത്. ആ തിരുമുഖത്ത് ഉറ്റുനോക്കിയിരുന്നാൽ കാലം പോകുന്നത് അറിയില്ല.
ദൃഷ്ടികൾ പിൻവലിക്കാനുമാവില്ല. അമൃതഭാഷണം കേട്ടു തുടങ്ങിയാൽ വീണ്ടും വീണ്ടും അതിനായി കൊതി കൂടും. അപ്പോൾ ഹൃദയത്തിൽ അലയടിച്ചുവരുന്ന ആനന്ദം അടക്കാൻ ബഹുകഠിനം. ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു പറയാം. അതേപോലെ തന്നെ ഭഗവാന്റെ അമൃതമൊഴികൾ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നേരം പോണത് അറിയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് പറയണത്. മനസ്സിന് വളരെ സുഖം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പെരുമഴയിലെ ജലത്തുള്ളികളെ വേണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താമായിരിക്കാം. ആഞ്ഞടിക്കുന്ന കാറ്റിനെ പിടിച്ചു കെട്ടി ഭാണ്ഡമാക്കാനും കഴിയും. എന്നാൽ സായി മഹിമ പറഞ്ഞു തീർക്കുക അസാധ്യം. ഭക്തന്റെ ക്ഷേമമാണ് സായിയുടെ ജന്മോദ്ദേശം. വരാൻ പോകുന്ന ആപത്തുകളെ മുൻകൂട്ടി അറിഞ്ഞ് മുന്നറിയിപ്പ് നൽകി അവിടുന്ന് ഭക്തന്റെ ദുരിതങ്ങളെ തടയുന്നു. ഒരു കഥ അതിൻ്റെ ഇടയിൽ പറയുകയാണ്. ജനങ്ങളെ കേട്ടോളൂ, സജ്ജനങ്ങളെ കേട്ടോളൂ. അത് നിങ്ങളുടെ മനസ്സിൽ ആനന്ദമുണർത്തും, സായിയിൽ വിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ സായി ദർശനത്തിനായി ഹൃദയം തുടിക്കും. ഭഗവാന്റെ ഓരോ ലീലകൾ കേൾക്കുമ്പോഴും നമുക്ക് ഭഗവാനോടുള്ള അടുപ്പം കൂടി 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 വരും. ഭഗവാനെ നേരിട്ട് കാണണമെന്നും തോന്നുമെന്ന് പറയാണ്. ഒരുവൻ എത്ര ദീനനും ദുഃഖിതനായാലും സാധുവുമാവട്ടെ, നിരന്തരമായിട്ടുള്ള സായി തിരുനാമ ജപം അവനെ സുരക്ഷിതമായ തീരങ്ങളിലേക്ക് നയിക്കും. അത് ഉറപ്പാണ്. അതായത് എത്ര ദീനനും ദുഃഖിതനായാലും സാധുവുമാവട്ടെ, ദുഃഖിതനും സാധുവുമാവട്ടെ, നിരന്തരമായ സായിയുടെ തിരുനാമ ജപം അവനെ സംരക്ഷിക്കുന്നു പറയാണ്. സർദാർ കാക്കാ സാഹേബ് മരയ്ക്ക തികഞ്ഞ സായി ഭക്തൻ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ബാലാസാഹേബും സായിയിൽ ആകൃഷ്ടനായിരുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് കളക്ടറായി ജോലി ചെയ്യുന്നു. ഔദ്യോഗിക നിർവഹണത്തിനായി പോകും വേളയിൽ ബാലാസാഹേബ് ശ്രുതിയിലെത്തി. നല്ല തിരക്കുള്ള സമയം. അദ്ദേഹം ബാബയെ നമിച്ചു. പിന്നീട് ബാബയുടെ സമീപം വരുന്നു. വാത്സല്യമൊഴുകുന്ന മിഴികളോടെ ബാലാസാഹേബിനെ സായിനാഥൻ ഉറ്റുനോക്കി. പിന്നീട് ചോദിച്ചു, നിനക്ക് നമ്മുടെ ദ്വാരകാമയിയെ അറിയുമോ? ബാലാസാഹേബിന് കാര്യം പിടിയിട്ടില്ല. അദ്ദേഹം മൗനം പൂണ്ടിരുന്നതേ ഉള്ളൂ. ബാബ പറഞ്ഞു, നീ ഇരിക്കുന്ന സ്ഥലം തന്നെ ദ്വാരകാമയി. ദ്വാരകാമായി ഈ ക്ഷേത്രം തന്നെ. ഇത് നമുക്ക് സ്വന്തം. ഇവിടെ ഇരിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ ദ്വാരകമായി നിനക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് തെല്ലും വിഷമിക്കേണ്ട. ഭഗവാൻ ഒരു ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. ആ ക്ഷേത്രമാണ് ദ്വാരകാമയി എന്ന് പറയുകയാണ്. ഈ ക്ഷേത്രം ദയാമയിയാണ്. സരളരും വിശ്വസ്തരുമായവരെ അവൾ കാത്തു സൂക്ഷിക്കും. എത്ര മാത്രം ഭീകരമായ അപകടമാണെങ്കിലും അവൾ രക്ഷിക്കും. ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവൻ അവൻ്റെ ക്ലേശങ്ങളെയെല്ലാം അതിജീവിക്കും. സ്നേഹമയിയായ അമ്മയെപ്പോലെയാണവൾ. അതാണ് ഈ ദ്വാരകാമയി. ദ്വാരക അല്ലെങ്കിൽ ദ്വാരകാമയി എന്ന് പറയും. ഇങ്ങനെ അരളിക്കൊണ്ട് ബാബ അദ്ദേഹത്തിന് ഊതി കൊടുത്തു. ബാലാസാഹേബ് പോകാനൊരുങ്ങിയപ്പോൾ തൃക്കരം അദ്ദേഹത്തിൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. പിന്നീട് ചോദിച്ചു, നിനക്ക് ലംബാബാവയെ അറിയാമോ? ലംബാബാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെയാണ് പറയണത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാബ ഒരു കൈ കൊണ്ട് പാമ്പിനെ പോലെ പത്തി വിടർത്തി മറ്റേ കൈ വിടർത്തി വെച്ച കൈയുടെ മുട്ടിൽ താങ്ങി. നമ്മളിങ്ങനെ അങ്ങനെ പറയുമല്ലോ, പാമ്പ് എന്ന് പറയാനായിട്ട്. അതാണ് കൊണ്ട് മുട്ടിൽ താങ്ങി പിന്നെ പത്തി ആട്ടിക്കൊണ്ട് പറഞ്ഞു, അവൻ അതിഭയങ്കരനാണ്. പക്ഷേ ദ്വാരകാമയുടെ കുഞ്ഞുങ്ങളെ അവൻ എന്ത് ചെയ്യാനാകും? ദ്വാരകാമായി രക്ഷയ്ക്കുള്ളപ്പോൾ അവനൊന്നും ചെയ്യാനാവില്ല. അവളുടെ ശക്തി ആർക്ക് അളക്കാനാകും? അതായത് ദ്വാരകാമയി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനെയാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വന്നിട്ടുള്ള ഭക്തന്മാരെ, അതായത് ബാബയുടെ ഭക്തന്മാരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ചുറ്റിനെ വരുന്നവർക്ക് കാര്യം വ്യക്തമായി അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബാബയോട് ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഇദ്ദേഹം പോവാണ്. ബാലാസാഹിബ് പോവാൻ ഒരുങ്ങിയപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ പറയണേ, പാമ്പിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് പാമ്പിൻ്റെ രൂപം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇത് ഭയങ്കര വിഷമുള്ളതാണ് അല്ലെങ്കിൽ വലിയ ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ പോവാൻ നേരത്ത് ഇയാളോട് ഇതൊക്കെ പറയാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ഭക്തന്മാർക്ക് എന്താന്നൊരു പിടുത്തം കിട്ടിയില്ല. ഭഗവാൻ ഇങ്ങനെ അവിചാരിതമായിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും പറയാം. പക്ഷെ ബാബയോട് ചോദിക്കാനായിട്ടുള്ള ആർക്കും ധൈര്യമില്ല. ബാലാസാഹേബ് ചിതലയ്ക്ക് പോകാനുള്ള തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നു. ക്ഷേത്രത്തിന്റെ വാതിൽ എത്തിയപ്പോഴേക്കും ബാബ ശ്യാമയെ വിളിച്ചു പറഞ്ഞു. ശ്യാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഹേ ശ്യാമ, നീയും കൂടി അയാളോടൊപ്പം പോകൂ, രസമായിരിക്കും യാത്ര. ശ്യാമ തിടുക്കത്തിൽ ബാലാസാഹിബിന്റെ അടുത്തെത്തി. ഇയാൾ ആ ക്ഷേത്രത്തിന്റെ വാതിൽക്ക് നിൽക്കുക. ബാബയുടെ നിർദ്ദേശം അറിയിച്ചു. പക്ഷെ സാഹിബിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്തിനാണ് താങ്കൾ വെറുതെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്? നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും, സാഹിബ് പറഞ്ഞു. സാഹിബിന് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോണത്, ശ്യാമ പോണേ. ശ്യാമ പോയിട്ട് പറഞ്ഞു എന്നോടും തൻ്റെ കൂടെ വരാനായിട്ട് ബാബ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ പറയാം, നമ്മൾ സാധാരണ പറഞ്ഞത് ഞാനൊരു വഴിക്ക് പോകും, എത്ര ദൂരം നിങ്ങൾ വെറുതെ എൻ്റെ കൂടെ വന്നിട്ട് എന്തിനാ ബുദ്ധിമുട്ടണേ എന്നുള്ള രീതിയിൽ സാഹിബ് പറഞ്ഞു. സാഹിബ് പറഞ്ഞ മറുപടി അതേപടി ബാബയെ അറിയിച്ചു. അങ്ങനെ വരണമെന്നില്ല എന്നുള്ളതാണ് സാഹിബ് പറഞ്ഞതെന്ന് ശ്യാമ ബാബയോട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ബാബ പറഞ്ഞു, ശരി ശരി പോകണ്ട, നല്ലത് വിചാരിച്ച് ഞാൻ പറയുന്നു, ഇഷ്ടം പോലെ ആകുക. മന്ത്രത്തിലും ഗുരുവിലും ഈശ്വരനിലും വൈദ്യത്തിലും ജ്യോത്സ്യനിലും ബ്രാഹ്മണനിലും ഫലം കിട്ടുന്നത് ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ്. ഓരോരുത്തരുടെ വിധി പോലെ വരട്ടെ. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേ, പക്ഷേ അത് ഓരോരുത്തരുടെ വിധി. അയാൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശരി വേണ്ടാന്ന് വെച്ചു. ഭഗവാൻ പറഞ്ഞാൽ പോണ്ട, അതിന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തരുടെ വിധി പോലെ ഇരിക്കുന്നു പറഞ്ഞു. ഈ സമയം ബാലാസാഹേബിന്റെ മനസ്സിൽ വടംവലി നടക്കുകയായിരുന്നു. ബാബയുടെ വാക്കുകൾ എന്തായാലും അത് അനുസരിക്കേണ്ടതാണ്. ആ വാക്കുകളെ അവഗണിക്കുന്നത് ഒരിക്കലും നന്മ വരുത്തുകയില്ല. അദ്ദേഹം ശ്യാമയോട് ബാബ അരളിയതുപോലെ തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ശ്യാമയോട് പോകാൻ പറഞ്ഞതൊക്കെ. അപ്പോൾ അത് വേണ്ടാന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ പിന്നീട് ശ്യാമ തിരിച്ചു പോയി ഭഗവാന്റെ അടുത്ത് പറഞ്ഞു വരണ്ടെന്നാ പറഞ്ഞാൽ ശരി, വരണ്ട, അനുഭവിക്കണത് അനുഭവിച്ചിട്ടെന്ന് ബാബയും പറഞ്ഞു. അപ്പോഴാണ് ഈ സാഹേബിന് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാര്യം ഇല്ലാണ്ട് ഭഗവാൻ ഒന്നും പറയില്ല. അങ്ങനെ ഇയാൾക്ക് മനസ്സിലാകെ കൺഫ്യൂഷനായി, എന്താ വേണ്ടതെന്ന്. അവസാനം തന്നെ ശ്യാമയോട് പറഞ്ഞു, എന്തായാലും ബാബ പറഞ്ഞാൽ അനുസരിക്കാം. അതുകൊണ്ട് ശ്യാമയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. ശ്യാമ വീണ്ടും ബാബയുടെ അനുമതി വാങ്ങാനായി ചെന്നു. മധുരമന്ദഹാസത്തോടെ സായീശ്വരൻ അരുളി, അയാൾ കൊണ്ടുപോകുന്നെങ്കിൽ നീ പോയിക്കോളൂ. ഈ ദ്വാരകാമയി ഒരിക്കലും വാഗ്ദാനം ലംഘിക്കില്ല. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അളക്കാനാകുമോ? സ്നേഹമയിയായ അമ്മയെ മക്കൾ സംശയിക്കാൻ തുടങ്ങിയാൽ അവർക്കെങ്ങനെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിയും? ഒരു ഉദാഹരണങ്ങൾ പറയണം. അങ്ങനെ ശ്യാമയും ബാലാസാഹിബും മരക്കാറും ടോങ്കോയിൽ യാത്ര തിരിച്ചു. രാത്രി 9 അവർ ചിതലയിലെത്തി. അവർ അവിടെ എത്തിയപ്പോൾ അധികാരികൾ വന്നെത്തിയില്ലായിരുന്നു. പക്ഷേ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ മാരുതി ക്ഷേത്രത്തിൽ അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു. ശ്യാമയും സാഹേബും മുറിയിലെത്തി കുറച്ച് വിശ്രമിച്ചു. 10 മണി കഴിഞ്ഞു. സാഹേബ് മുറിയിൽ കിടന്നിരുന്ന പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. താമസിയാതെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും പത്രത്തിലായി. ഇതിനിടയിൽ ഒരു വലിയ പാമ്പ് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മടിയിൽ തൂങ്ങിക്കിടന്നിരുന്ന 2ാം മുണ്ടിൽ ഇഴഞ്ഞു കയറി. സാഹേബ് ഇതൊന്നും അറിഞ്ഞില്ല. പാമ്പ് മടിയിൽ കടന്നു. ഇഴയുന്ന പാമ്പിൻ്റെ മേൽ പത്രം ഉരസി ശബ്ദമുണ്ടായി. ആ ശബ്ദം കേട്ട് ആദ്യം എത്തി നോക്കിയത് ഒരു ശിപ്പായി. അയാൾ വിളക്കിലെ തിരിനീട്ടി. അയാൾ തിരിച്ചുപോയി. ബാലാസാഹിബിൻ്റെ മടിയിൽ ലംബാബാവ പാമ്പ്. അയ്യോ, പാമ്പ് പാമ്പ് എന്ന് അയാൾ വിളിച്ചുകൂവി. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബഹളം വയ്ക്കുമല്ലോ. ബാലാസാഹേബ് അത് കണ്ടു മടിയിൽ പാമ്പുണ്ട്. ഈ എന്താ പറയുക, ശിപായിയാണ് വിളിച്ചു കൂവിയത്. സാഹേബ് വിവശനായി. ശരീരം വിറപൂണ്ടു. ശ്യാമയും ഭയന്നു. അദ്ദേഹം ഉടനെ സായീശ്വരനെ സ്മരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാബ, ഇതെന്താണിത്? എന്തിനെ വിപത്ത് ഇങ്ങോട്ടയച്ചു? വേഗം അതിനെ ഒഴിവാക്കണേ എന്ന്
സാഹേബ് പ്രാർത്ഥന തുടങ്ങി. ഈ സമയം പാമ്പ് അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്നും താഴേക്ക് ഇഴയാൻ തുടങ്ങി. പാമ്പ് താഴെ എത്തിയപ്പോഴേക്കും കയ്യിൽ കിട്ടിയത് ഉപയോഗിച്ച് എല്ലാവരും കൂടി അതിന് തല്ലിക്കൊന്നു. ഏതാനും മണിക്കൂറുകൾ മുമ്പ് നടന്ന കാര്യങ്ങൾ ബാലാ സാഹേബിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. പാമ്പിനെ കുറിച്ച് ബാബ സൂചിപ്പിച്ചതും സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തതും ശ്യാമയെ സഹായിക്കാനായി വിട്ടതും എല്ലാം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. ഇതാണ് ശ്യാമേനെ കൂടെ വിടാൻ കാരണം. ഭഗവാനോടുള്ള നന്ദിയാൽ പ്രേമത്താൽ സാഹേബിൻ്റെ മനം തുടിച്ചു. മിഴികൾ നിറഞ്ഞൊഴുകി. പ്രഭോ, എന്തൊരു മഹാവിപത്താണ് അവിടുന്ന് ഒഴിവാക്കിയത്. ഭക്തനോട് എത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടാണ് അവിടുന്ന് ശ്യാമയെ നിർബന്ധിച്ചയച്ചത്. ബാബാ ദർശനത്തിൻ്റെ മാഹാത്മ്യം അവർണ്ണനീയം. ഭഗവാനെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു സുഖവും ശാന്തിയും ഒക്കെ അത് അവർണ്ണനീയമാണ് എന്ന് പറയാണ്. പിന്നെ ഇതിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ലീലകളെ കുറിച്ചിട്ടാണ്. വേറൊരു ലീലയാണ്. പ്രശസ്തനായ ജ്യോതിഷിയാണ് നാനാ ഡെൻഗാളെ. അദ്ദേഹം ഒരിക്കൽ ബാബു സാഹേബ് ഭൂട്ടിയോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മഹാദോഷമാണ്. മരണയോഗം വരെ കാണുന്നു. സൂക്ഷിച്ചിരിക്കുക. ഈ ജ്യോതിഷന്മാരുടെ അടുത്ത് നമ്മൾ ചെല്ലണ സമയത്ത് അവർ കവടി നിരത്തിയിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറയും. അങ്ങനെ പ്രശസ്തനായ ജ്യോതിഷയുടെ അടുത്ത് ബാപ്പു സാഹേബ് ഭൂട്ടി ചെന്നു നോക്കുകയാണ്. അപ്പോൾ പറയാണ്, നിങ്ങൾക്ക് വളരെ ദോഷമാണ്, മരണയോഗം വരെ കാണുന്നതെന്ന് പറയാണ്. ഭൂട്ടി ഈ വചനം കേട്ട് വല്ലാതായി. ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നി. അദ്ദേഹം വ്യാകുലതയോടെ ക്ഷേത്രത്തിലെത്തി. ബാബയുടെ അടുത്തേക്ക് ബാബയെ വന്നിച്ച് അരികിലിരുന്നു. അവിടുന്ന് സ്നേഹപൂർവ്വം ചോദിച്ചു, എന്താ നാനാ പറഞ്ഞത്? അതായത് നാനാഗഡൻ എന്ന് പറഞ്ഞ ആളെ ബാബയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അറിയാതിരുന്നായാലും ഭഗവാൻ ഈ എല്ലാം അറിയുന്നതുകൊണ്ട് ഇദ്ദേഹം പോയിട്ട് അടുത്തിരുന്നപ്പോൾ ചോദിച്ചു, എന്താ ഈ നാനെന്താ പറഞ്ഞതെന്ന്. അയാൾ നിന്റെ മരണം പ്രഖ്യാപിച്ചുവോ? നീ ധൈര്യമായിരിക്കൂ. ആരെ കൊല്ലുമെന്ന് നമുക്ക് കാണാം. ഭഗവാന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞു. മരണയോഗം വരെ ഉണ്ടെന്നാണ് ജ്യോതിഷം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് നോക്കാം, ആരെ കൊല്ലാൻ പോണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാമെന്ന് ഭഗവാൻ രസകരമായിട്ട് പറയാണ്. സായാഹ്നമായി. ബാപ്പു സാഹേബ് കക്കൂസിലേക്ക് പോയി. അദ്ദേഹം അറിയാതെ ഒരു പാമ്പും അതിനകത്ത് കയറിയിരുന്നു. ഭാഗ്യം, അദ്ദേഹം അതിനെ കണ്ടു. ബാപ്പു ഉറക്കെ ശബ്ദിച്ച് പുറത്തു ചാടി. അപ്പോഴേക്കും വേലക്കാർ ഓടിയെത്തി. പക്ഷേ പാമ്പിനെ തല്ലിക്കൊല്ലാനായി ശ്രമിക്കുന്നതിന് മുമ്പേ അത് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ബാബയുടെ വാക്കുകൾ ഓർത്തുപോയി. ഈ മരണഭയം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ അത് പോകണം. അങ്ങനെയാണ് അദ്ദേഹം ബാത്റൂമിലേക്ക് പോയത്. ആ പോയ സമയത്താണ് പാമ്പും കൂടി ഉണ്ടായിരുന്നു. അതിനെ കാണുകയും ചെയ്തു. വളം കൂട്ടിയ ആൾക്കാരൊക്കെ വന്നപ്പോൾ അത് പാമ്പ് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ ഭഗവാൻ ഈ പറഞ്ഞതാണ്, ആരെ കൊല്ലുമെന്ന് നമുക്ക് നോക്കാലോ എന്ന്. ആലോചിക്കൂ. സായിക്ക് ഭക്തരോടുള്ള സ്നേഹം അനുപമം. നിറമിഴികളോടെ തൊഴുകൈകളോടെ സായീശ്വര തൃപ്പാദങ്ങളിൽ നമ്മെ സമർപ്പിക്കാനേ നമുക്കാവും. നമുക്ക് സ്വയം ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുക, സ്വയം അർപ്പിക്കുക, സറണ്ടർ ആവുക എന്നർത്ഥം. അമീർ സർക്കാർ വലിയ സായി ഭക്തനാണ്. കോപ്പർ ഗാവോൺ താലൂക്കിൽ കൊറാള എന്ന സ്ഥലത്ത് താമസം. ഇദ്ദേഹത്തിന് മാരകമായൊരു രോഗം പിടിപെട്ടു. എല്ലാവരും കൈയൊഴിഞ്ഞതോടെ ഈശ്വരനിലായി ആശ്രയം. ഒടുവിൽ എല്ലാം വിട്ടെറിഞ്ഞ് ഷിർദിയിലേക്ക് ഓടി. ക്ലേശങ്ങൾ നമ്മെ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. അതാണല്ലോ പാണ്ഡവമാതാവ് കുന്തിദേവി ഭഗവാനോട് ക്ലേശങ്ങൾ തന്ന് അനുഗ്രഹിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത്. കാരണം അത് നാമസ്മരണയ്ക്കും കൃഷ്ണദർശനത്തിനും വഴിവെക്കുമെന്ന് കുന്തിദേവിക്ക് അറിയാമായിരുന്നു. അതായത് നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് ഈശ്വര സ്മരണ ഉണ്ടാവുക എന്ന് പറയാണ്. അപ്പോൾ കുന്തിദേവി പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കഷ്ടപ്പാട് തരണേ, എന്നാൽ എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ കൃഷ്ണദർശനം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് കഷ്ടപ്പാടൊന്നും ഇല്ല നിൽക്കുക, നമ്മൾ ഭഗവാനെ ഓർമ്മിക്കില്ല. അപ്പോൾ കഷ്ടപ്പാടുണ്ടാവണം എന്നും കൂടി പറയാണ്. നമുക്ക് കുചേലിനെ കുറിച്ച് നമുക്കറിയാം.
കുചേലന് അത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴാണ് അവസാനം കൃഷ്ണൻ്റെ അടുത്ത് പോയി ഭഗവാനെ സ്മരിച്ച് പണ്ടുണ്ടായിരുന്ന ഒരു കടം, കുറച്ച് അവിൽ ഭഗവാന് കുചേലനും കൂടി കാട്ടിൽ ശേഖരിക്കാൻ പോയ സമയത്ത് കുറച്ച് അവിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷേ കുചേലൻ വിശന്നപ്പോൾ ഈ അവിൽ മുഴുവൻ കഴിച്ചു. അപ്പോൾ ആ കടം വീട്ടാനാണ് പിന്നീട് കുചേലന് ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നത്. അത് വീട്ടാനായിട്ട് കുചേലന് അത്രയധികം കഷ്ടപ്പാട് കൊടുത്തു. അതിന് ശേഷമാണ് എന്തായാലും ഇന്ന് ഭഗവാനെ ഒന്ന് കണ്ടുകളയാം, എന്തായാലും വലിയ രാജാവൊക്കെ അല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ പോയിട്ടാണ് കുചേലന് ആ പിന്നീടുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെയാണ് കഷ്ടപ്പാടുണ്ടെങ്കിലാണ് നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാവുക എന്ന് ഇതിൽ പറയാണ്. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏത് സാഹചര്യത്തിലായാലും പ്രഭോ തിരുനാമം നാവിൽ നിന്ന് പോകരുതേ, തൃപ്പാദം ഹൃദയത്തിൽ നിന്ന് മായരുതേ. ഭഗവാന്റെ തൃപ്പാദം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയാണ്. അമീർ സർക്കാർ സായി തൃപ്പാദങ്ങളെ മുറുകെ പിടിച്ച് ഉമ്മ വച്ചു. ശാരീരിക മാനസ മനപ്പിടയിൽ നിന്നും കരകയറ്റാനായി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അമീർ സർക്കാരോട്, ചെല്ലു, ചാവടിയിൽ പോയി ശാന്തമായിരിക്കൂ. ബാബയുടെ കൽപ്പന ഉടൻ ഉണ്ടായി. ചാവടിയുടെ അവസ്ഥ വളരെ ദയനീയം. മഴയിൽ ചോർന്നൊലിക്കുന്ന സ്ഥലം, അതിൻ്റെ പുറകുവശം മാലിന്യ കൂമ്പാരം, സമസ്ത ക്ഷുദ്രകീടങ്ങളുടെയും ആവാസ കേന്ദ്രം, കുഷ്ഠരോഗികളും ശ്വാക്കളും താമസിക്കുന്ന സ്ഥലം, തണുത്തു കുറയ്ക്കുന്ന അന്തരീക്ഷം, പഴകി ദ്രവിച്ച കെട്ടിടത്തിൻ്റെ മേൽക്കൂര, ഏതു നിമിഷവും തറപറ്റാം എന്ന അവസ്ഥയിലായിരുന്നു. അവിടെയാണ് രോഗിയായ അമീർ സർക്കാരിനോട് ബാബ താമസിക്കാൻ ആജ്ഞാപിച്ചത്. ഭഗവാന്റെ ഓരോ ലീലകളാണ്. സായി വചനങ്ങളെ തൻ്റെ രോഗശാന്തിക്കുള്ള ദിവ്യ ഔഷധമായി അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അവിടെ താമസം തുടങ്ങി. നീണ്ട 9 മാസം ആ താമസം തുടർന്നു. ക്ഷേത്രത്തിൽ വരാൻ പോലും സായി അദ്ദേഹത്തെ അനുവദിച്ചില്ല. പക്ഷേ സായി എന്നും അദ്ദേഹത്തിന് ദർശനമേകി. മാസങ്ങൾ കടന്നുപോയി. രോഗശമനം കാര്യമായിട്ടില്ല. അമീറിന് മടുപ്പായി. താമസം മാറ്റണമെന്ന തോന്നൽ ശക്തിയായി. അവിടുന്ന് മാറണമെന്ന് ശക്തമായിട്ട് തോന്നുകയാണ് ഇയാളുടെ മനസ്സിൽ. രോഗം അധികം ശമനം ആയിട്ടില്ല. ഒരു നാൾ ആരോടും പറയാതെ, ബാബയെ അറിയിക്കാതെ ഒരു രാത്രി അമീർ സ്ഥലം വിട്ടു. അങ്ങനെ കോപ്പർ ഗാവോണിലെത്തി. അന്ന് രാത്രി അവിടെ ഒരു ധർമ്മശാലയിൽ കഴിച്ചു. അമീർ ചെല്ലുമ്പോൾ ഒരു ഫക്കീർ ദാഹജലത്തിനായി പിടയുകയായിരുന്നു. തളർന്ന് അവശനായി മൃതപ്രായനായി കിടക്കുന്ന അദ്ദേഹത്തിന് അമീർ ജലം കൊടുത്തു. വെള്ളം കുടിച്ച ശേഷം ഫക്കീറിൻ്റെ ചലനവും നിലച്ചു. അദ്ദേഹം അവിടെ മരണപ്പെട്ടു. അമീർ ഭയന്നുപോയി. മരണത്തിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ ചുമലിലായത് തന്നെ. അമീർ വിരണ്ടുപോയി. പോലീസ് പിടിക്കുന്നതും തടവറയിൽ കിടക്കുന്നതുമെല്ലാം ആലോചിച്ചതോടെ അമീറിന് നിൽക്കപ്പുറതിയില്ലാതായി. തെരുതെരെ സായി തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് അദ്ദേഹം വന്നിടത്തേക്ക് തന്നെ കുതിച്ചു. ചാവടിയിലെത്തി, തിരിച്ചെത്തി. അതോടെ മനം ശാന്തമായി. ഇനി മുതൽ എന്തു വന്നാലും സായി പാദങ്ങൾ വിടുകയില്ലെന്ന് ദൃഢനിശ്ചയവും ചെയ്തു. വിശ്വാസം വർദ്ധിച്ചു. അതോടെ രോഗപീഠ കുറഞ്ഞു തുടങ്ങി. ഭഗവാനിൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കണം. പക്ഷേ അവസാനം എന്തായി, ഇയാൾ അവിടുന്ന് പറയാണ്ട പോയി പുലുവാല് പിടിച്ചു. പുലുവാല് പിടിച്ചപ്പോഴാണ് ഇങ്ങനെ ചെന്ന സ്ഥലത്ത് ഒരാൾ കിടന്ന് പടയുണ്ടായിരുന്നു. അയാൾക്ക് വെള്ളം കൊടുത്തിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ ഇയാളാണ് കൊന്നതെന്ന് പറയില്ലേ. അങ്ങനെ അയാൾ ആകെ പേടിച്ച് ധരിച്ച് വീണ്ടും ചാവടിയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ പിന്നെ അയാൾ തീരുമാനിച്ചു, ഇനി ഭഗവാൻ ഇല്ലാണ്ട് വേറൊരു ആശ്രയമില്ല എന്നുള്ള മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചു എന്ന് പറയണം. ആ ഉറപ്പിച്ചതോടെ അയാളുടെ അസുഖം കുറയാൻ തുടങ്ങി. ഒരു ദിവസം ബാബ ചാവടിയിൽ വിശ്രമിക്കുന്ന സമയം കൂടെ പരമഭക്തനും വിരക്തനും വിശ്വസ്തനുമായ അബ്ദുൾ. പാതിരാത്രിയായി. ബാബ പെട്ടെന്ന് എഴുന്നേറ്റു. എൻ്റെ കിടക്കയിലേക്ക് നോക്കൂ, എന്തോ ഒരു ഭയങ്കര സത്വം. ഭഗവാൻ പറയാണ്. അബ്ദുൾ വെളിച്ചവുമായി ഓടി വന്നു. പക്ഷെ ഒന്നും കാണാനായില്ല. നീ കണ്ണു തുറന്ന് എല്ലായിടത്തും നോക്കൂ. അബ്ദുൾ വീണ്ടും നോക്കി. ഇതിനിടയിൽ ബാബ തൻ്റെ വടികൊണ്ട് നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി. ജനം എഴുന്നേറ്റു. അമീർ സർക്കാരും ഉണർന്നു. അയാൾ അവിടെയുണ്ട്.
ബാബയുടെ രീതികൾ കണ്ട് അമീറിന് സംശയം തോന്നി. ഇതിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ട്, അതായിരിക്കും ബാബ ഇങ്ങനെ ബഹളം കൂട്ടുന്നത്. ഇത്രയും കാലത്തെ സഹവാസം കൊണ്ട് അമീറിന് ബാബയുടെ സൂചനകൾ ചിലതെല്ലാം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കുറേ കാലമായല്ലോ നമ്മൾ കുറേ കാലം ഒരാളുടെ അടുത്ത് കൂടി നിൽക്കുകയാണെങ്കിൽ കുറേയൊക്കെ അയാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അമീറിന് ബാബയുടെ കുറേയൊക്കെ സ്വഭാവം മനസ്സിലായി തുടങ്ങി. പെട്ടെന്ന് തൻ്റെ കിടക്കയിൽ എന്തോ ഒന്ന് അനങ്ങുന്നതായി അമീറിന് തോന്നി. അബ്ദുള്ളുടൻ വിളക്കുമായി എത്തി. കിടക്കയിൽ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ പാമ്പ് നിന്നാടുന്നു. വിളക്കിൻ്റെ പ്രകാശം കണ്ട് അവൻ അതായത് പാമ്പ് പത്തിയാട്ടി ചുറ്റും നോക്കിന് കാണാം. ഈ വിളക്ക് രാത്രിക്ക് കാണിക്കുമ്പോൾ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല, വിളക്ക് കാണിക്കുമ്പോൾ പാമ്പ് അതനുസരിച്ചിട്ട് തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പറയണം. ഓടിക്കൂടിയവരെല്ലാം കൂടി അതിനെ കാലപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. ആൾക്കാരൊക്കെ ഓടിക്കൂടി അദ്ദേഹത്തിനെ ആ പാമ്പിനെ തല്ലിക്കൊന്നു. ഭക്തനെ രക്ഷിക്കാനായി സായീശ്വരൻ ആടിയിട്ടുള്ള ലീലകൾ ഇങ്ങനെ എത്രയെത്ര അനേകം ലീലകളെക്കുറിച്ച് പറയാണ്. പാമ്പിലും തേളിലും എല്ലാറ്റിലും വസിക്കുന്നത് ശ്രീ നാരായണൻ തന്നെയാണെന്ന് തുക്കാറാം പാടിയിട്ടുണ്ട്. അതിനാൽ അവയെല്ലാം ദൂരെ നിന്ന് വണങ്ങുക. ബാബയുടെ അഭിപ്രായത്തിൽ സമസ്ത ജീവജാലങ്ങളും തുല്യരാണ്. അതുകൊണ്ട് എല്ലാറ്റിനോടും ധാർമ്മികതയോടെ പെരുമാറുക. ഓരോരുത്തരും അവരവരുടെ വിധിക്കനുസരിച്ച് അനുഭവങ്ങളെ നേരിടുന്നു. ഓരോരുത്തർക്കും ബാബയിൽ നിന്ന് ലഭിക്കുന്നത് ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ്. അവിടുത്തെ വാക്കുകളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ സായിനാഥൻ്റെ അത്യഭൂതമായ മഹിമ കൂടുതൽ അനുഭവിക്കാനാവും. പിന്നെ വേറൊരു കഥ പറയാണ്. നാഥ ഭാഗവതം വായിക്കുന്ന പതിവ്. നാഥഭാഗവതം, അതായത് ഒരു നാഥൻ എന്ന് പറഞ്ഞുള്ള ആൾ എഴുതിയിട്ടുള്ള ഭാഗവതമാണെന്ന് തോന്നുന്നു. നാഥഭാഗവതം വായിക്കുന്ന പതിവ് കാക്കാ സാഹേബ് ദീക്ഷിതിനുണ്ട്. എന്നും രാത്രിയിൽ ഏകനാഥിൻ്റെ രാമായണവും അദ്ദേഹം വായിക്കും. മറ്റെന്തൊക്കെ മറന്നാലും ചെയ്തില്ലെങ്കിലും പാരായണ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിരുന്നില്ല. എൻ്റെ മഹാഭാഗ്യത്താൽ സായി കൃപയാൽ ദീക്ഷിതിൻ്റെ പാരായണം കേൾക്കാനായി പോകാൻ എനിക്ക് കഴിഞ്ഞു. ഈ ദീക്ഷിത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തൊക്കെയുണ്ടെങ്കിലും അദ്ദേഹം വായിക്കാതിരിക്കില്ല. അങ്ങനെ ദീക്ഷിതിൻ്റെ പാരായണം കേൾക്കാനായി പോകാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അതിരസകരമായ ഒരു ഭാഗം ദീക്ഷിത് വായിക്കുന്നു. ഞാൻ കേൾക്കുന്നു. ആ ഭാഗം ഇതായിരുന്നു. ഒരിക്കൽ ശ്രീ ഹനുമാൻ രാമദേവന്റെ ശക്തി പരീക്ഷിക്കാൻ ശ്രമിച്ചു. ഹനുമാൻ രാമന്റെ ശക്തി പരീക്ഷിക്കാൻ പുറപ്പെട്ടു എന്ന് പറയാണ്. അതൊടുവിൽ ഹനുമാന്റെ ശരണാഗതി വരെ എത്തിച്ചേർന്നു. രാമായണം കേട്ടുകൊണ്ടിരിക്കെ ഒരു വലിയ തേൾ എൻ്റെ വലത്തെ ചുമലിൽ മുകളിൽ എങ്ങനെയോ കയറിയിരുന്നു. ഹരികഥയിൽ രസിച്ചിരുന്ന ഞാൻ ഒന്നും അറിഞ്ഞില്ല. സായിഹരി തന്നെ എന്നെ കാത്തു. ഇടയിൽ എപ്പോഴോ തൻ്റെ ദൃഷ്ടി അവനിൽ പതിഞ്ഞു. ആ ഭയങ്കരൻ തേള് നിശ്ചലമായി നിന്ന് ഹരികഥ കേൾക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇയാൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോളിലൊരു തേള്. ആദ്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ്, എന്തൊരു അനക്കം കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് വലിയൊരു തേള് ഇയാളുടെ ഈ കഴുത്തിലൊക്കെ രണ്ടാം മുണ്ടിട്ടില്ലേ, മുണ്ടിൻ്റെ മുകളിലിരിക്കുന്നതായിട്ട് തോന്നി. രാമകൃപയാൽ മനസാന്നിധ്യം കൈവിടാതെ ഞാൻ വേഷ്ടിയുടെ 2 തലയും ഉയർത്തി തോളിനെ അതിനകത്താക്കി പുറത്തു കടന്നു. തോട്ടത്തിൽ കൊണ്ടുപോയി കളഞ്ഞു. ഈ കഴുത്തിൽ 2 മുണ്ടിട്ടിരിക്കുമ്പോൾ അതിലാണ് ഇരിക്കേണ്ടായിരുന്നത്. ഉടനെ അദ്ദേഹം കാട്ടി ഈ 2 മുണ്ടിന് തലയും കൂടി ഒന്നാക്കിയിട്ട് തേളിനെ അതിൻ്റെ അകത്താക്കിയിട്ട് പുറത്തു കൊണ്ട് കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കഥ പറയാണ്. ഷിർദിയിൽ കാക്കയുടെ വാടിയിൽ ഒരു ഭയങ്കരൻ പാമ്പ് വന്നു. ജനലിൻ്റെ താഴെയുള്ള ദ്വാരത്തിലൂടെയാണ് അവൻ മുറിയിൽ കയറിയത്. മുറിയിലെ വെളിച്ചത്തിൽ പാമ്പ് പകച്ചുപോയി. അത് മുന്നോട്ടോ പുറകോട്ടോ പോകാതെ അവിടെ നിന്നു. അപ്പോഴേക്കും പലരും വടിയുമായി എത്തി. പക്ഷേ അടിക്കാൻ പറ്റുന്ന വിധമായിരുന്നില്ല അവൻ്റെ നിൽപ്പ്. ഏതായാലും കോലാഹലങ്ങൾക്കിടയിൽ പാമ്പ് രക്ഷപ്പെട്ടു. അന്ന് അവിടെ മുക്കാറാം എന്നൊരു ഭക്തനും ഉണ്ടായിരുന്നു. സർപ്പം രക്ഷപ്പെടുന്നത് കണ്ട് അദ്ദേഹം ആശ്വാസം പ്രകടിപ്പിച്ചു. പക്ഷേ എനിക്കത് ദഹിച്ചില്ല. അദ്ദേഹം ഇത്തരം ദുഷ്ടജീവികളെ കൊല്ലുക തന്നെ വേണമെന്നായിരുന്നു എൻ്റെ വാദഗതി. അതൊരു ചർച്ചയായി, തർക്കമായി. പതിവ് പോലെ തർക്കം അശാന്തിയിലെത്തി. പിന്നെ കിടന്നു.
പിറ്റേ ദിവസം ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ദർശനം കഴിഞ്ഞു. ഞങ്ങൾ അടുത്തിരുന്നു. ഇതിനിടയിൽ ബാബ തിരക്കി, എന്താ വാടയിലെ തർക്കം? ഭഗവാൻ ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്, ഇവര് വാടയിലാണ് ഇരിക്കുന്നത്. അപ്പം എന്താണ് തർക്കം എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ സംഭവങ്ങൾ വിവരിച്ചു. ഒടുവിൽ ബാബയുടെ ഉത്തരത്തിനായി കാത്തിരുന്നു. ഭഗവാനപ്പോൾ പറഞ്ഞു, ഈശ്വരൻ എല്ലാറ്റിലും ഉണ്ട്. ഈശ്വരനാണ് എല്ലാറ്റിലും ഉള്ളത് എന്ന് പറയാണ്. പാമ്പിലും തേളിലും സകല ചരാചരങ്ങളിലും വസിക്കുന്നത് ഭഗവാൻ തന്നെ. പ്രപഞ്ചം അവിടുന്ന് നിയന്ത്രിക്കുന്നു. അവിടുത്തെ കൽപ്പനയില്ലാതെ ആരും ആരെയും ഉപദ്രവിക്കില്ല. ആരും സ്വതന്ത്രമായി ഒന്നും ചെയ്യുന്നുമില്ല. അതിനാൽ സമസ്ത ജീവജാലങ്ങളോടും സഹതാപവും ക്ഷമയും കരുണയും കാണിക്കൂ. ഇതിപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്ത് ഈ ക്ഷമയും ഇല്ല, സഹതാപവും ഇല്ല, കരുണയില്ല, ഒന്നുമില്ല. നമ്മൾ അഹങ്കാരികളായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയണ അഹങ്കാരം ഉപേക്ഷിക്കുക. നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ജീവിതത്തിൽ നമുക്ക് എന്തിനാണ്, ആരോടാണ് പക വേണ്ടത്, ആരോടാണ് ശത്രുത വേണ്ടത്? നമുക്ക് ആരോടും പകയും വേണ്ട, ശത്രുതയും വേണ്ട. നമ്മൾ പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്, വളരെ അടുത്ത് പെരുമാറുന്ന ആൾക്കാർ എന്തെങ്കിലും കാരണം പറഞ്ഞ് അകന്നു പോകും. അകന്നു പോയി കഴിഞ്ഞാലോ പിന്നെ നമ്മൾ അവരെ കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല. അടുത്തൊക്കെ കാണും, ചിരിക്കു പോലുമില്ല. പക്ഷേ എത്രയോ ചിലപ്പോൾ 2, 3, 4 വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരാവും. നമ്മൾ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാരാവും. പക്ഷേ എന്തെങ്കിലും മനസ്സിലൊരു ശത്രുത വരുന്ന സമയത്ത് പിന്നെ അവരെ കണ്ടാൽ ചിരിക്കും കൂടിയില്ല. എന്തൊരു കഷ്ടമുള്ള കാര്യമെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പറയണത്, നമുക്ക് സഹതാപവും ക്ഷമയും കരുണയും കാണിക്കണം എന്ന് പറയാണ് ഭഗവാൻ. ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇങ്ങനെ അഹങ്കാരികളായിട്ട് ഒക്കെ ഞാൻ തന്നെ, എനിക്കാണ് എല്ലാം അറിയുള്ളൂ, അങ്ങനെയുള്ളൊരു ഭാവത്തിൽ അഹങ്കാരികളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കണേ. ഭഗവാൻ പറഞ്ഞത് അഹങ്കാരം ഉപേക്ഷിക്കൂ, എല്ലാവരോടും കരുണയുണ്ടാവട്ടെ, ശത്രുവിനെ പോലും സ്നേഹിക്കുമെന്ന് ഭഗവാൻ പറയാണ്. എല്ലാവരെയും സ്നേഹിക്കൂ, തല്ലും കൊല്ലും ശരിയല്ല, ഭഗവാൻ എല്ലാവരുടെയും സംരക്ഷകനാണ് എന്ന് പറയാണ്. ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പേ ഈ അധ്യായത്തിൽ തന്നെ നമ്മുടെ ഈ ലീലകളിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളെന്താണ് കുറേ പുസ്തകങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ പല രാമായണം, ഭാഗവതം, അല്ലെങ്കിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കെങ്കിൽ കൂടിയും ഇതൊന്നും നമ്മൾ മനസ്സിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മളിത് ചെയ്യാൻ തയ്യാറല്ല. നമ്മളിതൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ആ വായന കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ വായന കൊണ്ടുള്ള ഫലം? അതിനാണ് ഉദാഹരണം പറയണേ, കമത്തി വെച്ച കഴുത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് പോലെയാവുന്നു. ഇതിനെ നമ്മൾ എന്ത് വായിച്ചാലും നമ്മളതിനെ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളാതെ നമ്മൾ എന്തെന്നെ കാട്ടിയാലും അതൊരു കോമാളിത്തമായിട്ട് മാറുകയുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും സഹതാപവും ക്ഷമയും കരുണയും കാണിക്കുമെന്ന് പറയാണ്. എല്ലാത്തിലും ഈശ്വരൻ തന്നെയാണ് എന്ന് പറയാണ്. ഈ അധ്യായം ഇവിടെ അവസാനിക്കണം. ഓം ജയ് സായിറാം. നമഃ ശിവായ.